ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട് കാട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളൊന്നും കാട്ടുന്നില്ല, നമ്മുടെ ഭാഗം കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ പരിസരമൊക്കെ. പിന്നെ ഈ വീട് വെച്ച് 2014 നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ വീട്. മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലാണ്. ഓക്കെ, നമ്മുടെ വീടൊക്കെ നമുക്ക് കാണാം. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ജനാലയാണ്. ഇത് മോൾ ഭാഗമാണ്. ഇവിടെ ഞങ്ങൾ തുണിയൊക്കെ തോരയിടും. ഞങ്ങളുടെ മാവ് ആണ്. ഇവിടെ ഇപ്പോൾ മാങ്ങയൊന്നുമില്ല. മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ ഉണ്ടാവും. നല്ല പഴുത്ത മാങ്ങയുടെ സീസൺ ആകുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴൊന്നുമില്ല. ഇതും ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഭാഗം തന്നെയാണ്. ഞങ്ങളുടെ വളപ്പാണ്. വളപ്പിലെ മരങ്ങളും നല്ല രസമുള്ളത് തന്നെയാണ്. ഇന്നിവിടെ മതിലൊക്കെ ഉണ്ട്. പണ്ടത്തെ വീടിൻ്റെ മതിലാണ്. ചക്കമരം, പ്ലാവ്, പിന്നെ ഇവിടെ കിണറുണ്ട്. കിണറിനൊക്കെ നല്ല ആഴുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ചിലപ്പോൾ എപ്പോഴാണ് പൊട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പൊട്ടി പോവും. ഇത് ഞങ്ങളുടെ ഹാൾ ഭാഗമാണ്. ഹാളിൻ്റെ ഒരു ജനാലയാണ്. കലണ്ടറൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ കാണാല്ലേ. ഇത് അടുക്കള ഭാഗമാണ്. അടുക്കള ഭാഗം. ഇവിടെ എന്താ കുഴി കുഴിച്ച് വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ബാത്റൂമിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വെള്ളം അടഞ്ഞു നിൽക്കും. വെള്ളം പോവാതെ അങ്ങനെ പണിക്കാർ വന്ന്, പണിക്കാരെന്ന് പറയാനൊന്നുമില്ല, ഞങ്ങളുടെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ വന്ന് കട്ടയൊക്കെ മാറ്റി ആകെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇത് നേരാക്കുക അറിയില്ല. ഇപ്പം എന്നാലും നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാ എന്തായിരുന്നു, ഇരുമ്പാമ്പുളി മരമാണ് കേട്ടോ. പാമ്പുളിങ്ങ ചിലപ്പോഴൊക്കെ ഞാൻ ഉപ്പിലും മുളകിലിട്ട് കഴിക്കാറുണ്ട്. മാങ്ങയെക്കാട്ടിലും കൂടുതൽ കഴിച്ചിരിക്കണത് ഇരുമ്പാമ്പുളിങ്ങയാണ് ഞാൻ. നല്ല രസമാണ് കഴിക്കാൻ. ഇപ്പം എങ്ങനെയാണ് അങ്ങോട്ട് കിടക്കുക. ഒത്തിരി പാടുണ്ട്. ഇത് നല്ല രസത്തിൽ നിൽക്കുന്ന മഞ്ഞ മാങ്ങാതറയുണ്ട്, പിന്നെ ഓറഞ്ച് മാങ്ങാതറയുണ്ട്. നല്ല രസമാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നിൽക്കുന്ന പൂക്കളൊക്കെയാണ്. കൂടുതലും ബാക്ക് സൈഡിലാണ് ഇത് നിൽക്കണമെങ്കിലും ഫ്രണ്ട് സൈഡിൽ നിൽക്കണമെന്നുണ്ട്. പക്ഷേ അത് നിൽക്കണത് ബാക്ക് സൈഡിലാണ്. പിന്നത് ഞങ്ങളുടെ വർക്ക് ഏരിയ ഭാഗമാണ്. കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മുകളിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. മുകളിലേക്ക് പോകണ വഴിയാണ്. എൻ്റെ കാൽ നന്നായിട്ട് പൊള്ളിയുണ്ട്. ഞാൻ ശരിക്കും ഇട്ടിട്ടില്ല. ഇത് കോഴിച്ചോട്ടയാണ്. വാടിപ്പോയിട്ടുണ്ട്. എന്തായാലും കുറേ ഉണ്ടെങ്കിലും എല്ലാം വാടിപ്പോയതാണ് കേട്ടോ. ഇതൊക്കെ വാടിപ്പോയ കോഴിച്ചോട്ടയാണ്. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച്
ഇട്ടേന്നില്ലല്ലോ. തുളസിയൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ തുളസിയൊക്കെ ബസ് തിന്നു കഴുകിയിട്ടാണ് തിന്നാൻ പറ്റുള്ളൂ. കാരണം കുറേ തുളസി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കൂട്ടുണ്ട്. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ കുറേ വളരും തുളസി പ്രത്യേകിച്ച്. ഇത് എന്താ പറയുക, മോൾ ഭാഗം തന്നെയാണ്. ഇത് ഞങ്ങളുടെ അച്ഛമ്മയുടെ റൂമാണ്, ബെഡ്റൂമാണ്. ഇവിടെ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ താമസിക്കാറുണ്ട്. ഇതും ഞങ്ങളുടെ മുരിങ്ങ മരമാണ്. ഇവിടെ പുഴുവും ഒക്കെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് അതിൽ ചാരി നിൽക്കുമ്പോൾ പുഴുവിനെ കണ്ടാകേ എന്ന് പറഞ്ഞിട്ട് പോകും. മതിലാണ് കേട്ടോ. ഇത് സോളാറിൻ്റെ ഒക്കെ സാധനങ്ങളാണ്. അല്ല, വീട്ടിൽ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ ബെഡ്റൂമിൻ്റെ ജനാലയാണ്. ഇവിടെ ഒരു വലിയ തെങ്ങുണ്ട് കേട്ടോ. ഇടയ്ക്ക് തേങ്ങയൊക്കെ വീഴാറുണ്ട്, അച്ചിങ്ങയൊക്കെ വീഴാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ തുരുമ്പ് പിടിച്ചു പോയ, തുരുമ്പൊന്നും അങ്ങനെ പിടിച്ചു പോയിട്ടില്ലെങ്കിലും ഇത്തിരി നാശമായിട്ടുള്ളൊരു സൈക്കിൾ ഉണ്ടായിട്ടതാണ്. ബ്ലൂ കളർ വേണമെന്നൊക്കെ പ്രാവശ്യം വെച്ച് കഴിഞ്ഞതാണ്. ഇതും ഞങ്ങളുടെ അച്ഛയുടെ ബെഡ്റൂമിൻ്റെ ഭാഗം, ജനാലയുടെ ഭാഗം തന്നെയാണ്. പിന്നെ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളും അതേമാതിരി പൂക്കളൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് പറയണം. ഞങ്ങളുടെ വീട് ഒന്നുകൂടിയും കാട്ടിത്തരുന്നു ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.